കൂട്ടുകാർക്കും സൂപ്പർ നോട്ട്സിന്റെ വക ഒരു അടിപൊളി പവർ പാക്ക് ഗുഡ് മോർണിംഗ്. കാരണം നമ്മൾ രാവിലെ 5 മണിക്ക് വളരെ ഉഷാറായിട്ട് കാണുന്നത് ആദ്യം സൂപ്പർ നോട്ട്സിന്റെ പഠിക്കാനുള്ള നമ്മളുടെ സ്വപ്നം ഉണർവോടെ നേടിയെടുക്കാനുള്ള ഒരു അവസരം നമ്മൾ ദിനം തുടങ്ങുന്നത് അത്തരം ഒരു അവസരത്തെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ടാണ്. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഇവിടെ തുടങ്ങുകയാണ് നമ്മുടെ 5 AM ക്ലബ് 2.0. നിങ്ങളുടെ ജോലി എന്ന സ്വപ്നം ഇത്തവണ ഉറപ്പായും നേടാൻ വേണ്ടി കട്ടക്ക് ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിക്കൊണ്ട് നമുക്ക് ഇന്ന് ആരംഭിക്കാം. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. അപ്പോൾ രാവിലെ എണീച്ചു, ഇനി എന്താ ചെയ്യേണ്ടത്? മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്ന് ഉഷാറോടെ നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യം ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോവുകയില്ല. കാരണം നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങൾ ആദ്യം ഫീഡ് ചെയ്യാൻ പോകുന്ന ഡേറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യം ഫീഡ് ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി നേടാൻ വേണ്ടി പഠിക്കേണ്ടതാണ്. ഇത് നിങ്ങളെ ജോലിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സിന്റെ ഏറ്റവും കൂടുതൽ തവണ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്ക്, എല്ലാവരും ബുദ്ധിമുട്ടായി മാറ്റിക്കളയുന്ന ഒരു ടോപ്പിക്ക്. യെസ്, അത് മറ്റൊന്നുമല്ല, എക്സ്പോണൻസ് എന്ന് പറയുന്ന കൃത്യംഗങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇന്ന് ഈ സുപ്രഭാതത്തിൽ നമുക്ക് ആ പ്രയാസപ്പെട്ടവനെ തന്നെ പഠിച്ച് അങ്ങ് സെറ്റാകാം. റെഡിയാണല്ലോ? റെഡിയാണെങ്കിൽ എല്ലാവരും ഉഷാറായിട്ട് കൂടെ പോരെ. അപ്പൊ നമുക്ക് ആദ്യം കൃത്യംഗങ്ങൾ എന്താണെന്ന് പഠിക്കാം. കൃത്യംഗങ്ങൾ അഥവാ ഇതിനെ ഇംഗ്ലീഷിൽ എക്സ്പോണൻസ് എന്ന് പറയും കേട്ടോ. എക്സ്പോണൻസ് എന്ന് പറയും. അതായത് വളരെ ലളിതമായിട്ട് ഇപ്പൊ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ PSC ആയതുകൊണ്ട് മലയാളത്തിൽ അതൊന്ന് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കാം. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്താണ് എക്സ്പോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സംഖ്യയുടെ ആവർത്തിച്ചു വരുന്ന ഗുണനത്തെ ചുരുക്കി എഴുതാൻ കൃത്യംഗങ്ങൾ ഉപയോഗിക്കുന്നു. ഒരു സംഖ്യയുടെ ആവർത്തിച്ചു വരുന്ന ഗുണനത്തെ ചുരുക്കി എഴുതാൻ കൃത്യംഗങ്ങൾ ഉപയോഗിക്കുന്നു. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2 × 2 4 എന്ന് നിങ്ങൾക്കറിയാം. ഇതിനെ ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതും, 2⁻². എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? 2 എന്ന സംഖ്യയെ 2 തവണ ഗുണിക്കുക എന്നതാണ്. 2 തവണ ഗുണിക്കുക. അപ്പൊ 4⁻³ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 4 എന്ന സംഖ്യയെ 3 തവണ ഗുണിക്കുക. 4 × 4 × 4 എത്ര എന്ന് വരും? 4 × 4 16, 16 × 4 64 എന്ന് വരും. അപ്പൊ എന്താണ് കൃത്യംഗം എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി. വളരെ ലളിതമായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന മറ്റൊരാളാണ്, ഒരു സംഖ്യയെ തുല്യ ഘടകങ്ങളായി പിരിച്ചെഴുതാൻ സാധിച്ചില്ലെങ്കിൽ അത്തരം സംഖ്യകളെ കരണികൾ അഥവാ റാഡിക്കൽ എന്ന് വിളിക്കും. ലളിതമായിട്ട് ഇപ്പൊ ഈ 4നെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 2 × 2 എന്ന് എഴുതാനായിട്ട് പറ്റും. അല്ലെങ്കിൽ 2ന്റെ സ്ക്വയർ, അതായത് തുല്യ ഘടകങ്ങളായിട്ട് പിരിച്ചെഴുതാനായിട്ട് സാധിക്കും. ഇതുപോലെ ഞാൻ ചോദിക്കുകയാണ്, 2നെ നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരേ സംഖ്യ, അതായത് ഏതെങ്കിലും ഒരേ സംഖ്യ 2 തവണ ഗുണിക്കുന്നത് പോലെയോ 3 തവണ ഗുണിക്കുന്ന പോലെ എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അങ്ങനെ എഴുതാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് ചാടി പറയുമ്പോൾ ഇവിടെ മറ്റൊരാൾ നിൽപ്പുണ്ട്. ഇതിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാൻ പറ്റും? √2 × √2 എന്ന്. ഇതാണ് എന്താ 2നെ ഇങ്ങനെ എഴുതുന്ന കാര്യം. അപ്പൊ ഇങ്ങനെ 2നെ അങ്ങനെ എഴുതാൻ പറ്റില്ല എങ്കിൽ നമ്മൾ അതിനെ റൂട്ട് എന്ന രൂപത്തിൽ എഴുതും. അതായത് 2നെ റൂട്ട് എന്ന് എഴുതും, √2. അതായത് ഇങ്ങനെ എഴുതുന്നതിനെ പറയുന്ന പേരാണ് കരണികൾ. നിങ്ങൾ ഇത്ര അറിഞ്ഞാൽ മതി. √2 എന്ന് എഴുതുന്നതിനെ പറയുന്ന പേരാണ് കരണികൾ. ഒരു സംഖ്യയെ തുല്യ ഘടകങ്ങളായി പിരിച്ചെഴുതാൻ കഴിയില്ലെങ്കിൽ ആ സംഖ്യകളെ കരണികൾ എന്ന് പറയാം. ഇപ്പൊ 3നെ 2 തുല്യ സംഖ്യകളുടെ 9നെ 3 × 3 എന്ന് എഴുതാം എന്ന് പറയുന്ന പോലെ 3നെ ഏതെങ്കിലും അതേ രീതിയിൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് നമ്മൾ √3 എന്ന് എഴുതുന്നു. √3 അതായത് സ്ക്വയർ റൂട്ടിനെ തന്നെ പറയുന്നതാണ് കേട്ടോ. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇതൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഞാൻ പറയുന്നു, പഠിക്കാൻ പറയുന്നത് മാത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കുക. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളതാണ്. എന്താണ് കൃത്യംഗം, എന്താണ് കരണികൾ എന്നുള്ളത്, റൂട്ടിട്ട് വരുന്നത് എന്നുള്ള സാധനം എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി എന്താണ് പവറുകൾ വരുന്നത് ആണ് എന്ത് കൃത്യംഗങ്ങൾ എന്നുള്ളതിനെ പറ്റി ധാരണ കിട്ടി. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത്, ഒരു പരീക്ഷാ പെർസ്പെക്റ്റീവിൽ പഠിക്കേണ്ടത് കുറച്ച് അടിസ്ഥാന നിയമങ്ങളാണ്. അതിനെ ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം അറിയേണ്ട, അങ്ങനെ അടിസ്ഥാന നിയമം പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം അറിയേണ്ടത് a⁻m എന്ന ഒരു സംഖ്യ എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? a എന്നാണ്. അതായത് a എന്ന് പറയുന്ന സംഖ്യയെ m തവണ ഗുണിക്കുക. എന്താണടാ? a എന്ന സംഖ്യയെ m തവണ ഗുണിക്കുക എന്നതാണ് a⁻m എന്ന് പറയുന്നത്. a എന്ന സംഖ്യയെ m തവണ ഗുണിക്കുന്നതാണ് a⁻m എന്ന് പറയുന്നത്. a എന്ന സംഖ്യയെ
എം തവണ ഗുണിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോ ദാ ഇവിടെ ഇവനെ വിളിക്കുന്ന പേരാണ് എന്ത്? ബേസ് എന്ന്. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ എന്താ? മൂലാധാര സംഖ്യ അല്ലെങ്കിൽ ആധാര സംഖ്യ എന്നൊക്കെ പല വാക്കുകളിൽ പറയും. നമുക്ക് ബേസ് എന്ന് അറിഞ്ഞാൽ മതി. കാരണം ഇതൊന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളതിനേക്കാൾ ഇത് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ദാ ഇവനെ പറയുന്ന പേരാണ് കൃത്യംഗം അല്ലെങ്കിൽ കൃതി എന്ന് പറയും. അതായത് പവർ എന്ന് പറയും അല്ലെങ്കിൽ പവർ എന്നൊക്കെ പറയും കേട്ടോ. പവർ അല്ലെങ്കിൽ കൃതി, ബേസ് അല്ലെങ്കിൽ ആധാര സംഖ്യ എന്നോ മൂലാധാര സംഖ്യ എന്നൊക്കെ പറയും. ഓക്കെ. അപ്പൊ ദാ എ റേസ് ടു എം എന്ന് പറയാൻ എന്താണെന്നുള്ളത് മനസ്സിലായി. ഇതൊരു നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കഴിഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 2 റേസ് ടു 3 അകത്ത് ആധാര സംഖ്യ ഏതാണ്? 2 ആണ് ആധാര സംഖ്യ അഥവാ ബേസ്. 3 കൃതി അഥവാ എക്സ്പോണന്റ് അഥവാ പവർ എന്ന് പറയുന്നത്. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി, വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ നിയമങ്ങളാണ്. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇതാ നോക്കുക, ബേസ് തുല്യമാണ്. അത് തുല്യമായി കഴിഞ്ഞാൽ ഇവിടെ പവറുകൾ ഇവിടെ എമ്മും എന്നും അത് ഗുണിക്കാൻ പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അതേപോലെ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ, അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് കണ്ടാൽ എ റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ ആണല്ലോ. അതായത് ഗുണനം വന്നാൽ കൂട്ടണം, ഹരണം വന്നാൽ കുറയ്ക്കണം. a raised to m into a raised to n equal a raised to m plus n. a raised to m by a raised to n, a raised to m minus n ആണെന്നേ. a raised to m ഉം a raised to n ഉം വരുമ്പോൾ നോക്കിടണേ. ക്ലിയർ ആണല്ലോ. എന്ത് വരും? എമ്മും എന്നും വന്നാൽ എ റേസ് ടു എം ബൈ എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എം മൈനസ് എന്നും, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എം പ്ലസ് എന്നും. ഇനി എ റേസ് ടു എം ഓൾ റേസ് ടു എൻ, പവറിന്റെ പവർ ഗുണിക്കണം, പവറിന്റെ പവർ ഗുണിക്കണം. അതായത് എ റേസ് ടു എം ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. ഇനി എ റേസ് ടു എം ഇൻറ്റു ബി റേസ് ടു എം, പവറുകൾ തുല്യമാണ്, ഇവിടെ ബേസുകൾ ഡിഫറെൻ്റ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. നേരത്തെയുള്ള എക്സാമ്പിൾ ഒക്കെ ഇപ്പോൾ 2 റേസ് ടു 3 ഇൻറ്റു 2 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 12 അല്ല, 2 റേസ് ടു 7 ആണ്. ഇനി 2 റേസ് ടു 4 ബൈ 2 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 4 മൈനസ് 3 ആയിട്ടുള്ള 2 റേസ് ടു 1 ആണ്. ഇനി 2 റേസ് ടു 3 ഹോൾ റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 4 ഗുണം 3 12 എന്ന് വരും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ അടുത്തത് വരുന്നത് ഇങ്ങനെയാണ്. 2 റേസ് ടു 3 ഇൻറ്റു 3 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 2 ഗുണം 3 ഓൾ റേസ് ടു 3 എന്ന് എഴുതാം. അതായത് 6 റേസ് ടു 3 എന്നതായിരിക്കും. ഇനി ഇതേപോലെ തന്നെ എ ബൈ ബി ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ. എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ. ഇപ്പം 4/3 ഹോൾ റേസ് ടു 2 എന്ന് പറയുന്നതിനർത്ഥം 4ന്റെ സ്ക്വയർ ബൈ 3ന്റെ സ്ക്വയർ എന്നാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ മറ്റൊരു കാര്യം എന്താ ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, എ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞാൽ 1/a റേസ് ടു എം ആണ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അതായത് പവർ നെഗറ്റീവ് വന്നാൽ 1/a റേസ് ടു ആ പോസിറ്റീവ് പവർ, പവർ നെഗറ്റീവ് വന്നാൽ 1/a റേസ് ടു ആ പോസിറ്റീവ് സംഖ്യ മാത്രം, മൈനസ് ഇല്ലാതെ സംഖ്യ മാത്രം. എ റേസ് ടു ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എ റേസ് ടു -4 എന്ന് പറഞ്ഞാൽ 1/a റേസ് ടു ആ സംഖ്യ മാത്രം, 4 മാത്രം. ഓക്കെ ആണേടാ, ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിനെ ഇനി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? എ ബൈ ബി ഓൾ റേസ് ടു മൈനസ് എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അതിനെ തിരിച്ചിടണം. എ ബൈ ബിനെ ബി ബൈ എ ഓൾ റേസ് ടു എം എന്ന് എഴുതാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 4/3 ഓൾ റേസ് ടു -4 എന്ന് ചോദിച്ചാൽ എന്തെന്ന് എഴുതുക? 3/4. ഈ മൈനസ് മാറാൻ നേരെ തിരിച്ചിടുക, എന്നിട്ട് 4 അതുപോലെ തന്നെ ഇടാം. ഇതിനെ 3/4/4 എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? നേരെ തിരിച്ചിടുക, എന്നിട്ട് ആ പവർ അതുപോലെ കൊടുക്കുക. ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. എ ബൈ ബി ഹോൾ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ എ റേസ് ടു ബി ഹോൾ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുക, ബി ബൈ എ ആണെന്ന്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട അടിസ്ഥാന കൃത്യംഗ നിയമങ്ങളെല്ലാം നമ്മൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. അടിസ്ഥാനപരമായി നമ്മൾ പഠിക്കേണ്ട എല്ലാം നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു. ഈ ഫോർമുലകൾ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ചോദ്യങ്ങൾ എഴുതാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് അത് കാണിച്ചു തന്നത്. ഇനി ഇവിടെ ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. 2/3 ഓൾ റേസ് ടു -1 എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിടുക, 3/2 എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേടാ? ഓരോ എക്സാമ്പിൾ കണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മുമ്പോട്ട് പോകാം.
അടുത്തത് നിങ്ങൾ അറിയേണ്ടത് പ്രത്യേക മൂല്യങ്ങൾ എന്ന് പറയുന്നതാണ്. അതായത് ഈ കൃത്യംഗവുമായി ബന്ധപ്പെട്ട ചില പ്രത്യേക സംഖ്യകളുടെ രൂപങ്ങൾ. അതിൽ ചിലത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു, എങ്കിൽ കൂടി നമുക്ക് നോക്കാം. 0 അല്ലാതെ ഏത് സംഖ്യ നമ്മൾ ആധാര സംഖ്യ, മൂലാധാര സംഖ്യയാക്കി എടുത്ത് അതിന്റെ കൃതി 0 ആയാൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 1 ആണ്. അതായത് ലോകത്തിലെ ഏത് നോൺ സീറോ നമ്പർ, സീറോ അല്ലാത്ത ഏത് സംഖ്യയുടെ പവർ 0 ആയി വന്നാലും അതിന്റെ ഉത്തരം 1 എന്നാണ്. ഇപ്പം 2⁻0 1ആണ്. -4⁻0 അതും 1ആണ്. ഏത് സംഖ്യ, നെഗറ്റീവ് എന്നോ പോസിറ്റീവ് എന്നില്ല, ഏത് സംഖ്യ ⁻0 വന്നാലും അതിന്റെ ഉത്തരം എപ്പോഴും 1 ആയിരിക്കും. ഇനി ഏത് സംഖ്യ ⁻1 വന്നാലും അതിന്റെ ഉത്തരം അത് തന്നെയായിരിക്കും. 2⁻1 2 ആയിരിക്കും. 0, ഇവിടെ 0 വരുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. 0⁻1 എന്ന് പറഞ്ഞാൽ 0 തന്നെയായിരിക്കും. -4⁻1 എന്ന് പറഞ്ഞാൽ -4 തന്നെയായിരിക്കും. ഓക്കെ അല്ലേ? ഇനി ഇത് നമ്മൾ കണ്ടു, a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m ആണ്. ഇതുപോലെ തന്നെ a⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ കൂടി എഴുതാനായിട്ട് സാധിക്കും. ഇവനെ ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്താണ് ഈ റിസൾട്ട് വരുന്നത്. a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m ആണെങ്കിൽ a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m ആണ്. ഒരു എക്സാമ്പിൾ ഇട്ട് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം, കേട്ടോ. അപ്പോൾ നോക്കുക, ഇപ്പോൾ നമുക്ക് 2⁻3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/2⁻³ ആണെന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് നോക്കാം. 2⁻3 എന്ന് പറഞ്ഞാൽ 2നെ 3 തവണ ഗുണിക്കുന്നതാണ്. 2 × 2 × 2 8 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം, 2⁻3 എന്ന് പറയുന്നത് എന്താണ്? 1/2⁻3 അല്ലേ? അതായത് 1/8 എന്ന് വരും. അപ്പം ഇത് 8 എന്ന് നമുക്കറിയാം. നമുക്ക് ഇതൊന്ന് നോക്കാം. 1/2⁻³ എന്ന് പറയാൻ 1/2⁻³ എന്നാ നമുക്ക് കിട്ടിയിട്ടുണ്ടടാ. 1/8 ആണ്. 1/1/8 എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന് നേരെ തിരിച്ചിടുക, 8/1, അതായത് 8. അതും 8 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഒരു എക്സാമ്പിൾ കൊണ്ട് കാണിച്ചതാണ് ഈ റിസൾട്ട്, കേട്ടോ. ഓക്കെ ആണല്ലോ? ഇനി കരണികളുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം a⁻1/2 എന്നാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ a⁻1/2 എന്നാണ് അർത്ഥം. ക്യൂബ് റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? a⁻1/3 എന്നാണ്. ഇനി nth റൂട്ട് ഓഫ് n എന്ന് പറഞ്ഞാൽ അത് n ആണ്. അതായത് ഇതിന്റെ അകത്തും ഇവിടെയുമുള്ള സംഖ്യ തുല്യമാണെങ്കിൽ അത് രണ്ടും വെട്ടിപ്പോയിട്ട് a തന്നെ വരും. അതായത് ഇങ്ങനെയാണ് കേട്ടോ. nth റൂട്ട് ഓഫ് a the whole raised to n എന്ന് പറഞ്ഞാൽ എന്താണ്? a തന്നെ. അതിപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് a ഹോൾ സ്ക്വയർ റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും, a എന്ന് തന്നെ വരും എന്നുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി സ്ക്വയർ റൂട്ട് ഓഫ് x² തന്നെ വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് x²ന്റെ സ്ക്വയർ റൂട്ട് x ആണ്, കാരണം ഇതും കൂടെ വെട്ടിപ്പോകുന്നു. ഇനി mth റൂട്ട് ഓഫ് ab എന്ന് പറഞ്ഞാൽ mth റൂട്ട് ഓഫ് a mth റൂട്ട് ഓഫ് b. ഇത് നിങ്ങൾക്ക് അത്ര പ്രശ്നക്കാരായിട്ടുള്ള സാധനമല്ലാതെ ഇതൊന്ന് പഠിച്ചേക്കുക, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ റൂട്ട് ഓഫ് x എന്ന് പറയുന്നത് x തന്നെയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് x സ്ക്വയർ റൂട്ട് ഓഫ് y എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് xy ആണ്. ഓക്കെ. ഇനി nth റൂട്ട് ഓഫ് m mth റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ n × mth റൂട്ട് ഓഫ് a എന്നുള്ളതാണ്. ഇതും നിങ്ങൾക്ക് അത്ര പ്രശ്നക്കാരനായിട്ടുള്ള സാധനമല്ല, ഇത് വേണമെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്ക്വയർ റൂട്ട് ഓഫ് a ബൈ സ്ക്വയർ റൂട്ട് ഓഫ് b എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് a ബൈ b. എടാ, ഇത് കൃത്യങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഇതല്ലാതെ മറ്റു പല ചോദ്യങ്ങളിലും ഇത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതിനു വേണ്ടി പറഞ്ഞ ഫോർമുലകളാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് വേണ്ട പ്രാഥമികവുമായിട്ടും അൾട്ടിമേറ്റ് ആയിട്ടും നമുക്ക് വേണ്ട എല്ലാ നിയമങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, പഠിക്കേണ്ടതുമാണ്. ചോദ്യം ചെയ്ത് വരുമ്പോൾ ഓരോന്നും കൃത്യമായിട്ട് പഠിക്കുക. ഈ സാധനം ഉറപ്പായിട്ടും അടിപൊളിയായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ ഈ സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഓർത്ത് വെച്ചിരിക്കണം. അപ്പുറത്തേത് പഠിക്കണം, ഇത് ഓർത്ത് വെച്ചിരിക്കണം. ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ആവശ്യമുള്ള അനുസരണം പഠിക്കാം നമുക്ക്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ചോദ്യങ്ങളിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മാത്രമായിട്ടാണ്. LD 10th ലെവൽ മുതൽ അങ്ങേ അറ്റം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ LD മറ്റേ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി, അതുപോലെ ഇപ്പൊ KS വരെ ഉള്ള ലെവലിൽ ചോദിച്ചിരിക്കുന്ന കൃത്യങ്കങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ ലെവലിൽ ലെവൽ 1 ചോദ്യങ്ങളാണ് നമ്മളെല്ലാം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ലെവൽ 1 എന്ന് പറയുമ്പോൾ ചെറിയ ചോദ്യങ്ങൾ എന്നല്ല,
എല്ലാത്തിലും നിന്നുള്ള ലെവൽ 1 ചോദ്യങ്ങൾ. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? തന്നിരിക്കുന്ന സമവാക്യത്തിലെ കെയുടെ വില എത്ര? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എന്താണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 2k+1 ഇൻറ്റു 2⁵ എന്ന് പറയുന്നത് 2�7. ഇനി ഇവിടെ നിങ്ങൾ ഈ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. a⁻m = a⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബേസ് തുല്യമാണെങ്കിൽ എന്ത് തുല്യമായേ മതിയാവുള്ളൂ? ഈ കൃതികൾ തുല്യമായേ മതിയാവുകയുള്ളൂ. ഓക്കെ ആണല്ലോ. a⁻m = a⁻n എന്നാൽ m = n ആയിരും. a⁻m = a⁻n എന്നാൽ m = n ആയിടും. ആ സാധനം നിങ്ങൾ കൃത്യമായി ചോദ്യത്തിൽ അപ്ലൈ ചെയ്തിടണം. കൃത്യമായിട്ട് നോക്കുക. അപ്പൊ ഈ ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറന്നു പോകാൻ പാടില്ല. കാരണം ഇവനെ വെച്ചിട്ടാണ് PSC എന്തെടുത്തത്, നിങ്ങൾക്ക് കുണുക്കിട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതായത് ലോക്കാക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ അത് ഇത്തരം ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഇത് രണ്ടും ബേസ് തുല്യമല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ട് a⁻m × a⁻n എന്നാൽ a⁻m+n ആണ്. അത് ദാ ഇവിടെ ഉപയോഗിക്കുന്നു. ഇവിടെ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, 2k+1 + 5 സമം 2�7 എന്ന് എഴുതാം. ഇതൊന്നും പരീക്ഷ ഇങ്ങനെ എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾ നോക്കി എഴുതിയാൽ മതി കേട്ടോ. നോക്കി നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. k+1 + 5 1ഉം 5 കൂടെ ചേർക്കുമ്പോൾ 1000 വരും. 2k+6 സമം 2�7 എന്ന് വരും. ദാ നോക്കുക, ഇനി ഇത് അപ്ലൈ ചെയ്യണം. ഇവിടെ എന്താണ്, മൂല ആധാര സംഖ്യകൾ തുല്യം. അപ്പൊ കൃതികൾ തുല്യമായേ മതിയാകുള്ളൂ. a⁻m a⁻n തുല്യമായാൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ പവറും തുല്യമായിരിക്കണം. അവിടെ വ്യത്യസ്തമായി ആരും ഉണ്ടാവാൻ പാടില്ല. രണ്ട് കുടുംബങ്ങൾ തുല്യമാകണമെങ്കിൽ ആ കുടുംബത്തിൽ വ്യത്യസ്തരായി ആരും കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ എന്ന് പറയുന്നത് പോലെ ദാ നോക്കുക, ഇവിടെ എന്താ, ഈ 6നെ ഇപ്പുറം വിട്ട് കഴിഞ്ഞാൽ k = 7 - 6 = 1 എന്ന് കിട്ടും. എന്താണ് നമ്മൾ പഠിച്ചത്? 2 പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ എ 1 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. എങ്ങനെയാണ് ചെയ്തത്? ഒരിക്കൽ കൂടി പറയുന്നു. 2k+1 × 2⁵. a⁻m × a⁻n = a⁻m+n. ഓക്കെ അല്ലേടാ? അത് ഉപയോഗിക്കുമ്പോൾ 2k+1 + 5 k+1 + 5 k+1 + 5 1ഉം 5ഉം കൂട്ടുമ്പോൾ 6 k+6 എന്ന് കിട്ടും. അത് ഈക്വൽ 2�7. a⁻m = a⁻n എന്നാൽ m = n ആയിടം. അപ്പൊ ദാ നോക്കിക്കേ, എങ്ങനെ വരും? k+6ഉം 7ഉം തുല്യമായേ മതിയാകൂ. k+6ഉം 7ഉം തുല്യമായേ മതിയാകൂ. അങ്ങനെ നോക്കുമ്പോൾ 7 - kയുടെ വാല്യൂ 7 - 6 1. അതായത് 6ന്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്? 1 കൂട്ടുമ്പോഴാണ് 7 കിട്ടുന്നത്. അങ്ങനെ 1 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണേടാ? സെറ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ച് പലരെയും കുഴപ്പിച്ച ഒരു ചോദ്യമായിരുന്നു. ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്? എന്തായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്? ഇവിടെ വളരെ ലളിതമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇവിടെ 3 4 6 അല്ലേ, ഈ 3⁻, ഓക്കെ നമുക്ക് നോക്കാം, 3⁻1/2 ഇൻറ്റു 4⁻1/3 ഇൻറ്റു 6⁻1/6. LDCക്ക് ചോദിച്ച ചോദ്യമാണ്. കണ്ടോ, കാലം മാറി, കഥ മാറി, ചോദ്യ രീതി എങ്ങും മാറി. എളുപ്പമുള്ള സാധനങ്ങൾ മാത്രമല്ല. അപ്പൊ അത്തരത്തിലുള്ള ലെവൽ കൂടിയൊരു ചോദ്യമാണ്. ഇതെല്ലാവരും സ്കിപ്പ് ചെയ്യുന്ന ഒരു ചോദ്യമായിരുന്നു അന്നത്തെ സമയത്ത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ നമുക്ക് ഈ ബേസുകൾ ഡിഫറൻ്റ് ആണ്. അതായത് ആധാര സംഖ്യകൾ വ്യത്യസ്തമാണ്, 3ഉം 4ഉം 6ഉം. അപ്പൊ നമുക്ക് അവിടെ നോക്കാൻ പറ്റൂല. ഇനി നമുക്ക് ഇവിടെ എന്താ ചിന്തിക്കാൻ പറ്റും? നമുക്ക് എങ്ങനെയെങ്കിലും ഈ 3 ആളുകളെ ആധാര സംഖ്യനെ തുല്യമാക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മൾ കൃതികളെ തുല്യമാക്കാൻ പറ്റുമോ നോക്കും. കൃതികളെ തുല്യമാക്കാൻ പറ്റിയ ഇതെല്ലാം കൂടെ ചേർത്ത് ഗുണിച്ചാൽ മതി. അതെങ്ങനെ മനസ്സിലായെന്നല്ലേ? നിങ്ങൾ ഈ ചോദ്യങ്ങളുടെ അകത്തുള്ള ബേസുകളെല്ലാം നോക്കിക്കേ, ബേസുകളെല്ലാം വലിയ വലിയ സംഖ്യകളാണ്. അപ്പൊ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ കൃതികളെ തുല്യമാക്കുന്ന രീതിക്ക് മുമ്പോട്ട് പോയാൽ മതി. ഓക്കെ ആണല്ലോ? അപ്പം ഇവിടെ ഈ കൃതികൾ ഏതൊക്കെയാണ്? 1/2, 1/3, 1/6.
ഇതിനെ എല്ലാത്തിനെയും സെയിം ആക്കണം. ഡിനോമിനേറ്റർ ഇപ്പൊ എന്താണ്, ഇവിടുത്തെ ഡിനോമിനേറ്റർ 2 3 6 ആ ഡിനോമിനേറ്റർ തുല്യമാക്കാൻ എന്ത് ചെയ്യണം, ഈ 2 3 6 എന്നതിന്റെ LCM എടുത്താൽ മതി. ഓക്കെ ആണല്ലോ. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പവറുകളെല്ലാം തുല്യമാക്കുകയാണ്. പവറുകൾ തുല്യമാക്കുമ്പോൾ പവർ ഏതൊക്കെയാന്ന് നോക്കണം. 1/2, 1/3, 1/6 എന്ന് പറയുന്ന ഒരു കുരുത്തമില്ലാത്ത 3 ഭിന്നസംഖ്യകൾ. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്താ, ഇവരെ ഒന്നാക്കണമെങ്കിൽ ഇവരുടെ ഛേദം, ഇവരുടെ ഡിനോമിനേറ്റർ എല്ലാം തുല്യമാക്കണം. അപ്പൊ ഡിനോമിനേറ്റർ തുല്യമാക്കാൻ എങ്ങനെ ചെയ്യാം, ഇവരുടെ ലസാഗു എടുത്താൽ മതി അല്ലേ, അതായത് LCM. ഓക്കെ ആണല്ലോ. ആ LCM നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്, കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ നോക്കുക. കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ 6. ഈ 6ന്റെ ഗുണനപ്പട്ടികയിൽ ആദ്യം കണ്ടുമുട്ടുന്ന 3ന്റെയും 2ന്റെയും ഗുണിതം, ദൈവം സഹായിച്ച് 6ന്റെ ഗുണനപ്പട്ടികയിൽ ആദ്യം കണ്ടുമുട്ടുന്ന 3ന്റെയും 2ന്റെയും ഗുണിതം എന്ന് പറയുന്നത് 6 തന്നെയാണ്. അപ്പൊ 6 തന്നെയാണ് LCM എന്ന് പറയുന്നത് 6 ആണ്. ഇനി നമ്മുടെ ലക്ഷ്യം എന്താ, ഈ 2നെയും 3നെയും 6 ആക്കി മാറ്റുക. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ 3 കൊണ്ട് ഗുണിച്ചാലാണ് ഇത് 6 ആകുന്നത്. അതേ 3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഗുണിക്കണം. ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ 3 6 ആകുന്നത്. അതേ 2 ഇവിടെയും ഗുണിക്കണം. അപ്പൊ ഇതെങ്ങനെ വരും, ഇതെങ്ങനെയൊക്കെ ആയിട്ട് മാറും, 3/6, 2/6, 1/6. ഇപ്പൊ എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഡിനോമിനേറ്ററുകളെല്ലാം തുല്യമായി. അപ്പോഴും ഒരു 3ഉം 2ഉം അധികം കയറി വന്നു. അതല്ലേ ചിന്തിക്കുന്നത്. പ്രശ്നമാക്കണ്ട, ദാ നോക്കിക്കോ, ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇവിടെയാണ് നിങ്ങളെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോകുന്നത്. a/m/n എന്ന് പറഞ്ഞാൽ ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, a/m n 1/n. അതായത് m/n-നെ ഞാൻ എങ്ങനെ കാണുന്നു, m ഗുണം 1/n എന്ന് കാണുന്നു. a/m എന്ന് പറഞ്ഞാൽ a/m ആണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന റിസൾട്ട് ആണ് ദാ ഇത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഇതിനെ ദാ ഇങ്ങനെ മാറ്റി എഴുതുന്നു, 3/6 ഇൻറ്റു 4/2/6 ഇൻറ്റു 6/1/6. ഇനി ഞാൻ ഇതിനെ എങ്ങനെ എഴുതുന്നു, 3/3 1/6 ഇൻറ്റു 4/2 1/6. ഓക്കെ ആണല്ലോ. ഇതുവരെ ക്ലിയർ അല്ലേ. ഇൻറ്റു അടുത്തത് എന്താണ്, 6/1/6 എന്ന് എഴുതി. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ദാ കൃതികളെല്ലാം തുല്യമായി. 1/6. ഒന്നെങ്കിൽ ഇവിടം കൊണ്ട് നിർത്താം, കാരണം നമ്മുടെ ഉത്തരത്തിന്റെയും കൃതി എന്തായിരിക്കും, 1/6 ആണ്. 1/6 വരുന്ന ഒരേ ആളെ ഇവിടെ ഓപ്ഷനിലുള്ളൂ. അതാരാണ്, നമ്മുടെ ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ, ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും, ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് എന്ന് പറയാനായിട്ട് പറ്റും. മുമ്പോട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ഒരു പ്രശ്നവുമില്ല. കാരണം എന്താ, ഇവിടെ ഓപ്ഷൻ എലിമിനേഷൻ വഴി 3 എണ്ണം ഇവിടെ നശിക്കുകയാണ്. കാരണം ഇവിടെ 1/6 ആണ് നമ്മുടെ ഉത്തരം അല്ലേ. നമ്മൾ എന്താണ്, നമുക്ക് അറിയാവുന്ന റിസൾട്ട് ഉണ്ട്, a/m ഇൻറ്റു b/m എന്നാൽ a ഇൻറ്റു b ഹോൾ/m. അപ്പൊ ഇതിന്റെ പവറുകൾ, നമ്മുടെ ഫൈനൽ ഉത്തരത്തിന്റെ പവർ 1/6 തന്നെ ആയിരിക്കുള്ളൂ, 1/6 തന്നെ ആയിരിക്കുള്ളൂ. അങ്ങനെ 1/6 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ സി. ഇത് ഇവിടെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. 3ന്റെ ക്യൂബ് എന്ന് പറയുന്നത് 3നെ 3 തവണ ഗുണിക്കുന്നു. 3 × 3 9, 9 × 3 27, 27/1/6 ഇൻറ്റു ഇതെന്ത് വരും, 16/1/6 ഇൻറ്റു 6/1/6 എന്ന് വരും. ഇവിടെ a/m ഇൻറ്റു b/m ഇൻറ്റു c/m എല്ലാം കൂടെ ഗുണിക്കുക. 27 ഇൻറ്റു 16 ഇൻറ്റു 6 1/6 എന്ന് വരും. 16 ഗുണം 6 എന്ന് പറഞ്ഞാൽ എത്ര വരും, 60ഉം 36ഉം കൂടെ ചേർന്ന് 96 എന്ന് വരും അല്ലേ. നമുക്ക് എന്താ വേണ്ടത്, 27 ഗുണം 96 എന്നതാണ്. 27 ഗുണം 96 എന്ന് പറയുമ്പോൾ 7 6 42 വരുന്നു. ആ 2 അവിടെ ഇടുന്നു, 4നെ ഇങ്ങോട്ട് എടുക്കുന്നു. ഇനി ഇത് തമ്മിൽ ഗുണിക്കുന്നു, 6 2 12 പ്ലസ് 9 7 63 എന്ന് വരുന്നു അല്ലേ. 27 16 ഗുണം 6 യെസ് കറക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമുക്ക് 4 12 63 എന്ന് വരുന്നു. 63ഉം 16ഉം 79 എന്ന് വരും അല്ലേ. 79ന്റെ 9 ഇവിടെ ഇടുന്നു, 7 ഇവിടെ ഇടുന്നു, 7 ഇവിടെ ഇട്ടു. 7 പ്ലസ് ഇനി എന്താ, ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു, 18, 18ഉം 7ഉം കൂടെ ചേർത്താൽ 25 എന്ന് വരും. 25 എന്ന് വരുന്നു. 2 5 9 2, അതായത് ഉത്തരം വരുന്നത് 2 5 9 2
ഓൾ റേസ് ടു 1/6 എന്ന് വരുന്നു. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഗുണിച്ചെഴുതാം. ഞാൻ ഇങ്ങനെ ചെയ്ത് എന്താണെന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? ഇത് വേദിക് മാത്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഞാൻ ഓൾറെഡി അതിന്റെ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. അതിന്റെ ഷോർട്സ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ നിങ്ങൾക്ക് അത് വേണ്ടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെറ്റ് ആയിട്ട് മനസ്സിലാകും. ഓക്കെ ആണല്ലോ? ശരി, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മുമ്പോട്ട് അടുത്ത ചോദ്യത്തിലേക്ക് വരാം കേട്ടോ. അപ്പൊ ദാ നോക്കിക്കേടാ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അപ്പോ ദാ ഞാൻ പറഞ്ഞില്ലേ, പഠിച്ചു വരുമ്പോൾ നമ്മൾ ഓരോ റിസൾട്ടുകളായിട്ട് പഠിക്കും. നമ്മളിപ്പോൾ അവസാനം പഠിച്ച റിസൾട്ട് ഒന്ന് ഓർക്കണേ. എ റൈസ് ടു എം ബൈ എൻ എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, എ റൈസ് ടു എം ഹോൾ റൈസ് ടു 1/n എന്നോ, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെയും എഴുതാം, എ റൈസ് ടു 1/n ഹോൾ റൈസ് ടു എം എന്നോ. നമ്മുടെ സൗകര്യപ്രദം, നമുക്ക് ആവശ്യം, ആ അവസ്ഥയിൽ ഏതാണോ നമുക്ക് ആവശ്യം അതനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? അപ്പൊ ദാ നോക്കിക്കേ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 125 ഹോൾ റേസ് ടു 8 റേസ് ടു 2/3 ഇൻറ്റു 16/625 റേസ് ടു 1/2. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് ഏറ്റവും താഴ്മയോടെ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്, 1 മുതൽ 25 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയറുകൾ കൃത്യമായി പഠിച്ചിരിക്കണം. വർഗങ്ങൾ, ഏത് സംഖ്യ ചോദിച്ചാലും സ്ക്വയർ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഏതൊരു രണ്ടക്ക സംഖ്യയുടെയും സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് ഷോർട്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് പഠിച്ചിരിക്കുക. ഇനി അതുപോലെ തന്നെ 1 മുതൽ 15 വരെയുള്ള സംഖ്യകളുടെ ക്യൂബുകളും നിങ്ങൾ വളരെ മനോഹരമായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇവിടെ ഇത്തരം ഒരു ചോദ്യം വന്നാൽ അടിയിൽ 3 കണ്ടാൽ, ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ഈ 2/3 2 ഇൻറ്റു 1/3 എന്ന് കാണാനായിട്ട് സാധിക്കും. 1 എ റേസ് ടു 2/3 എന്ന് പറയാം, എ റേസ് ടു 2 ഇൻറ്റു 1/3. 1/3 എന്ന് പറയുന്നത് എന്താണ്? ക്യൂബ് റൂട്ട് ആണ് അല്ലെ? ക്യൂബ് റൂട്ട് ഓഫ് എനെയാണ് നമ്മൾ എ റേസ് ടു 1/3 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 125ഉം 8ഉം ഏതോ ഒരു സംഖ്യയുടെ ക്യൂബായേ വരൂ, എങ്കിലേ നമുക്ക് ഉത്തരം അവിടെ കിട്ടുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? അങ്ങനെ നോക്കുമ്പോൾ 5ന്റെ ക്യൂബാണ് 125. ഇനി 2ന്റെ ക്യൂബാണ് 8. അപ്പൊ ഇത് മാത്രം ഞാൻ എടുത്താൽ എങ്ങനെ എഴുതാൻ പറ്റും? 125/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, 5ന്റെ ക്യൂബ് ബൈ 2ന്റെ ക്യൂബ്, അതായത് 5/2 ഹോൾ ക്യൂബ് എന്ന് എഴുതാനായിട്ട് സാധിക്കും. എ റേസ് ടു എൻ ബൈ ബി റേസ് ടു എൻ ഈക്വൽ എ ബൈ ബി ഹോൾ റേസ് ടു എൻ എന്ന് തുടക്കത്തിൽ നമ്മൾ കണ്ടു. അപ്പൊ എനിക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 5/2 ഓൾ റേസ് ടു 3 റേസ് ടു 2/3 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇൻറ്റു അതേപോലെ 16 എന്ന് പറഞ്ഞാൽ എന്താണെടാ? 16/625. എടാ 625 എന്ന് പറഞ്ഞാൽ 25ന്റെ സ്ക്വയർ ആണ്. 16 എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഇവനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? 4ന്റെ സ്ക്വയർ ബൈ 25ന്റെ സ്ക്വയർ, അതായത് 4/25 ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. ക്ലിയർ ആണ്? 4/25 ഹോൾ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ 4/25 ഹോൾ സ്ക്വയർ എന്ന് ഞാൻ അതിനെ എഴുതുന്നു. എന്നിട്ട് എന്താ വരുന്നത്? ഇവിടെ ഒരു 1/2 ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ദാ നിങ്ങൾക്കറിയാം, എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ എന്നാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ആണ്. അപ്പൊ ഇവരെ തമ്മിൽ ഗുണിക്കാം. എന്ത് വരും? 5/2 ഹോൾ റേസ് ടു 3 ഇൻറ്റു 2/3 ഇൻറ്റു ഇതെന്ത് വരും? 4/25 ഹോൾ റേസ് ടു 2 ഇൻറ്റു 1/2 എന്ന് വരും. ദാ ഇവിടെ നോക്കിക്കഴിയുമ്പോൾ തന്നെ അറിയാൻ പറ്റും, 3ഉം കൂടെ വെട്ടിപ്പോകും അല്ലേ? ഇവിടെ 2ഉം കൂടെ വെട്ടിപ്പോകും. പിന്നെ ഉള്ളത് എന്താണ്? 5/2 ഹോൾ സ്ക്വയർ ഇൻറ്റു 4/25 എന്നാണ്. 5ന്റെ സ്ക്വയർ എത്ര? 25 ബൈ 2ന്റെ സ്ക്വയർ എത്ര? 4 ഇൻറ്റു 4/25 എന്ന് വരും. ദാ നോക്കടാ, ഇവിടെ 4ഉം വെട്ടും, 25ഉം വെട്ടിപ്പോയിട്ട് ഫൈനൽ ഉത്തരം 1 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 1 എന്നായിരിക്കും, ഓപ്ഷൻ എ. ഇത്രയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ ബേസിക് ലെവലിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നതാണ്. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ 5ന്റെ ക്യൂബ് ബൈ 3ന്റെ ക്യൂബാണ്.
നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും എഴുതിയാൽ മതി, ഇത്രയും എഴുതിയാൽ മതി. ഇത് 5/8 ഹോൾ ക്യൂബ് ആണ്. ആ ക്യൂബ് ഇതും കൂടെ വെട്ടിപ്പോയിട്ട് ഇതിന്റെ സ്ക്വയർ വരുന്നു. ഇനി ഇതിനെന്താണ് 4/25 എന്ന് വരും. അതിന്റെ സ്ക്വയറും സ്ക്വയർ റൂട്ടും കൂടെ വെട്ടിപ്പോകുന്നു. ഇവിടെ എന്ത് വരും? 25/4 ഇൻറ്റു 4/25. ഇത് പെട്ടെന്ന് കണ്ട് 1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഈ പറയുന്നത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ തന്ന എക്സ്പ്ലനേഷൻ ആണ്. എക്സാം ഹാളിൽ ഇത്രയും ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അത്രയും ചെയ്യരുത്. വളരെ ലളിതമായിട്ട് നിങ്ങൾ പ്രോ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഒറ്റയടിക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ക്ലിയർ ആണേടാ? ശരി, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 10th പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ ആണല്ലോ? ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. a⁻m എന്ന് പറഞ്ഞാൽ 1/a⁻m ആണ് എന്നുള്ളത്. a⁻m ഞാൻ ഓരോ ചോദ്യവും പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ആശയം നേരത്തെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിനോമിനേറ്ററിൽ 5 വന്നാൽ ഈ 32 എന്ന് പറയുന്നത് ഏതോ ഒരു സംഖ്യ റൈസ് ടു 5 ആയിരിക്കും. അത് എന്ന് പറയുന്നത് 32. അത് പഠിച്ചു വെച്ചോ. ഇനി നിങ്ങൾ അടുത്ത് പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു സാധനമാണ്. 3ന്റെ ആദ്യത്തെ 5 പവറുകൾ പഠിച്ചു വെക്കുക. 3/1 3, 3/2 9, 3/3 27, 3/4 27 ഗുണം 3 81, 3/5 81ന്റെ 3 ഇരട്ടി. 81ന്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 243. ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. അതുപോലെ 2ന്റെ ആദ്യത്തെ 10 പവറുകൾ പഠിച്ചിരിക്കുക. 2/1 2, 2/2 4, 2/3 8, 2/4 16, 2/5 32, 2/7 32ന്റെ ഇരട്ടിയായിട്ടുള്ള 32ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ എത്ര വരും? 32 ഇൻറ്റു 2 4 അല്ലേ? 32ന്റെ ഇരട്ടി എന്ന് പറയുമ്പോൾ 64 എന്ന് വരും അല്ലേ? 64. പിന്നെ അത് കഴിഞ്ഞിട്ട് 128, 64, 128 അങ്ങനെ പോകുന്ന സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. ഇവിടെ 32 എന്ന് പറഞ്ഞാൽ 2/5 ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? 32. നമ്മളിപ്പോൾ ചെയ്ത എങ്ങനെയാണ്? നമ്മളിപ്പോൾ ചെയ്ത പരിപാടി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. 32 all raised to -1/5 in minus 27 whole raised to -2/3 എന്നാണ് കണ്ടത് അല്ലേ? എടാ 27 എന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ് എന്ന് ഓർത്തിരിക്കണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് കൃത്യമായിട്ടും ചെയ്യാൻ പറ്റുന്ന പരിപാടി 32നെ എനിക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. 2/5 all raised to -1/5. ഇവിടെ എന്നിട്ട് എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു മൈനസ് അതുപോലെ തന്നെ ഇട്ടു. ഈ 27 പകരം 3ന്റെ ക്യൂബ് എന്ന് എഴുതാം. 3ന്റെ ക്യൂബ് റൈസ് ടു -2/3. ഓക്കെ ആണല്ലോ? ഇതെന്ത് വരും? ഇത് 2 ഈ 5ഉം 2 ഈ സാധനം വരുന്ന ഓർക്കണേ. 2/5 ഹോൾ റൈസ് ടു -1/5 എന്ന് പറഞ്ഞാൽ 2/5 ഇൻറ്റു -1/5 എന്ന് വരും. 5ഉം 5ഉം വെട്ടിപ്പോയിട്ട് 2/-1 എന്ന് വരും. മൈനസ് ഇതെന്ത് വരും? 3/3 ഇൻറ്റു -2/3 എന്ന് വരും. 3ഉം 3ഉം വെട്ടിപ്പോയിട്ട് 3/-2 എന്ന് വരും. 3/-2 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇവിടെ എന്താണ് വരുന്നത്? 2/-1 അല്ല, 1/2 അല്ലേ? 2/-1 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് വരും. 2/-1 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് വരും. മൈനസ് ഇടുന്നു. 3/-2 എന്ന് പറഞ്ഞാൽ 1/3 സ്ക്വയർ ആണ്. ഓക്കെ, ബാക്കി എന്താ വരുന്നത്? ഇവിടെ 1/2 മൈനസ് 1/9 എന്ന് വരും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 9 മൈനസ് അതുപോലെ ഇടുന്നു 7 ഇത് തമ്മിൽ ഗുണിക്കുന്നു. എത്ര? 9 മൈനസ് 2 ബൈ 1/2 18. അതായത് എത്ര എന്ന് വരും? 9 2 എത്രയാണടാ? 7/18 എന്ന് വരും. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ 1/2 മൈനസ് 1/9 എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ 18 വരും. ഡിനോമിനേറ്റർ 18 വരുന്ന ഒരേ ഒരു ഓപ്ഷനേ നമ്മുടെ ഉത്തരത്തിലുള്ളൂ. അപ്പൊ അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ? വെട്ടിക്കളയാനായിട്ട് സാധിക്കും. ഓക്കെ ആണല്ലോ? ഇത് എപ്പോഴും നടന്നെന്ന് വരില്ല. കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ആ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് മനസ്സിലാക്കരുത്. ലോജിക്കലി ചിന്തിക്കുമ്പോഴാണ് ഓപ്ഷൻ ക്യാൻസലേഷൻ വർക്കൗട്ട് ആകുന്നത്. 7/18 എന്ന് നമുക്ക് അവിടെ കിട്ടും. ഒരിക്കൽ കൂടി പറയുന്നു. എന്താണ് ചെയ്തത്? 32 റൈസ് ടു 1/5. 32 എന്ന് പറഞ്ഞാൽ 2/5 ഓൾ റൈസ് ടു 1/5. 5ഉം 5ഉം വെട്ടിപ്പോയിട്ട് 2/-1 എന്ന് വരും. ഇനി 27 റൈസ് ടു -2/3 എന്ന് പറഞ്ഞാൽ 27നെ 3/3 എന്ന് എഴുതുന്നു. റൈസ് ടു -2/3. 3ഉം 3ഉം വെട്ടിപ്പോയിട്ട് അവിടെ -2 മാത്രം നിൽക്കുന്നു. 2/1 a റൈസ് ടു -m എന്ന് പറഞ്ഞാൽ 1/2
1/a⁻m എന്നാണ്. അപ്പോൾ 2⁻⁻1 ദാ ഇതും കൂടെ പഠിച്ചോടാ, ഇതും കൂടെ പഠിച്ചു. ഒരു സംഖ്യ ⁻⁻1 എന്ന് പറഞ്ഞാൽ 1 ആ സംഖ്യ എന്നാണ്. വീണ്ടും നമ്മൾ തുടക്കത്തിൽ കണ്ട കാര്യം തന്നെ. അപ്പൊ 2⁻1 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. 3⁻1 - 2 എന്ന് പറഞ്ഞാൽ 1/3 സ്ക്വയർ ആണ്, 1/9. അപ്പൊ 1/2 - 1/9 7/18 എന്ന് കിട്ടുന്നു. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. വളരെ ലളിതമായിട്ട് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി. സെറ്റ് അല്ലേടാ? ശരി, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ നോക്കിക്കേ, LDCക്ക് തന്നെ ആ ലെവൽ തന്നെ ഇടുക്കി മലപ്പുറത്ത് ചോദിച്ച ചോദ്യമാണ്. 0.125 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെവല് നല്ല കൂടിയ ചോദ്യം തന്നെയാണ്. ഒരു LDC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ചലഞ്ചിങ് ആയിട്ടൊരു ചോദ്യം തന്നെയാണ് ഇത്. എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് എന്നല്ല, ചലഞ്ചിങ്. ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ 2നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണടാ 8 കിട്ടുന്നത്? 2നെ ഏത് 4 കൊണ്ട് ഗുണിച്ചാലാണ് അല്ലേ? ആ 4 എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ആ 4നെ എങ്ങനെ കിട്ടി? ഈ 8/2 ചെയ്താൽ മതി അല്ലേ? അപ്പോ നമ്മുടെ ഇവിടുത്തെ ചോദ്യം 0.125 ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് കിട്ടുക? 0.125 കിട്ടുന്നത്. അപ്പൊ 2നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 8 കിട്ടുക എന്ന് കാണാൻ വേണ്ടി ഇവിടെയുള്ള സംഖ്യ ഇവിടെയുള്ള സംഖ്യ അല്ലേ? ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കപ്പെടരുത്. ഇത് ഇതല്ല. ദാ ഏതാണ് ചെയ്യേണ്ടത്? 0.125 0.125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾ നോക്കുമ്പം ആധാര സംഖ്യ അഥവാ ബേസ് രണ്ടും തുല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? a⁻m/a⁻n = a⁻m-n. a⁻m/a⁻n ഓക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? ദാ 0.0125 ഇവിടെ നിങ്ങൾ നെഗറ്റീവ് വരുന്ന കണ്ട് പേടിക്കുകയേ ചെയ്യരുത്. പല ഉദ്യോഗാർത്ഥികളും അയ്യോ അങ്ങനെ നെഗറ്റീവ് വരും, ഉത്തരത്തിലെ നെഗറ്റീവ് ഇല്ലല്ലോ. ഉത്തരം പൂർണ്ണമായിട്ടില്ല. എന്ത് വരും? 2 - 3. അതായത് നമുക്ക് ഇങ്ങനെ കിട്ടും, 0.125 എന്ന് കിട്ടും. ശരിയല്ലേടാ? കഴിഞ്ഞിട്ടില്ല രാമ. ദാ നോക്കുക എന്ത് വരും? ഒരു സംഖ്യ a⁻1 എന്നാൽ 1/a ആണ്. അപ്പൊ 0.125 എന്ന് പറയാൻ അർത്ഥം എന്താ? 0.0125 എന്നാണ്. ആണല്ലോ? അല്ലെങ്കിൽ ഇനി അങ്ങനെ ചിന്തിച്ച് ചെയ്യാൻ ചിലപ്പോൾ പാടുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട. നിങ്ങൾക്ക് ദശാംശ സംഖ്യകളെ പറ്റി ധാരണയുള്ളവരാണ് നിങ്ങൾ. ഈ 0.125 ഭിന്നസംഖ്യയാക്കി എഴുതാൻ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. 125/1 കഴിഞ്ഞ് 3 സ്ഥാനം. അപ്പൊ ഇവിടെ 1 കഴിഞ്ഞ് 3 0. അതായത് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 125/1000 (1) എന്ന് എഴുതാനായിട്ട് സാധിക്കും. നമ്മൾ കൃത്യമായും വ്യക്തമായും പഠിച്ചിട്ടുണ്ട് a/b(m) എന്നാൽ എന്താണ്? a/b(m) എന്നാൽ b/a(m) ആണ്. അപ്പൊ -1 വന്നാലും നേരെ അതിനെ തിരിച്ചിടുക. a/b(-1) എന്നാൽ b/a എന്നാണ്. അപ്പൊ ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? 1000/125 (1) എന്ന് എഴുതാം. എടാ 1000/125 എന്ന് പറഞ്ഞാൽ 125ന്റെ 4 ഇരട്ടിയാണ് എന്ത്? 1000. 125ഉം 125ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 125ഉം 125ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 250. 250ന് വീണ്ടും 125 ഗുണം 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആണ് എന്ന് ചിന്തിച്ചാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി അങ്ങനെ ചിന്തിക്കാൻ നിങ്ങളെ കൊണ്ട് അപ്പ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ 100 × 10/125. ഇതും കൂടെ വെട്ടിക്കളയാം 25 വെച്ച്. ഇവിടെ 5 എന്ന് വരും, ഇവിടെ 4 എന്ന് വരും. ഇതും കൂടെ വെട്ടിക്കളയാം 2 എന്ന് വരും. 4 × 2 8 എന്ന് വരും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 8 എന്നതായിരിക്കും. ഞാൻ പറയുന്നു ചില്ലറക്കാരനായ ചോദ്യമല്ല. ഈ ഒരു സ്റ്റെപ്പുമാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് നൽകുന്നത്. ബാക്കിയെല്ലാം ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവനാരോ അവൻ ഗതി പിടിക്കും, അല്ലാത്തവൻ ആ ചോദ്യത്തിൽ വീഴും. ഓക്കെ അല്ലേടാ?
ക്ലിയർ ആണ്, സെറ്റ് ആണ്, നിങ്ങൾക്ക് ആ പറഞ്ഞ കാര്യം അടിപൊളിയായിട്ട് മനസ്സിലായി. ഓക്കെ അല്ലേ, ശരിയല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ദാ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ കൃത്യങ്ക ചോദ്യം ദാ ഇങ്ങനെയാണ്. -2 ഓൾ റേസ് ടു 3 -2 ഓൾ റേസ് ടു -2/3 ഓൾ റേസ് ടു 3 ഇൻറ്റു 3/5 ഹോൾ സ്ക്വയർ. ഇവിടെയാണ് നിങ്ങൾ അടുത്ത ഒരു ആശയം കൃത്യമായി പഠിക്കേണ്ടത്. എഴുതി വെക്കുക. -a ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ -a ഇൻറ്റു എയുടെ ക്യൂബ്, അതായത് -a ക്യൂബ് എന്ന് എഴുതാം. എന്നാൽ -a ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ സ്ക്വയർ. അതായത് ഈ മൈനസ് ഇവിടെ കിടക്കുന്നു. ഒരു നെഗറ്റീവ് സംഖ്യയുടെ ഓഡ് പവർ ആണ് വരുന്നതെങ്കിൽ നെഗറ്റീവ് തന്നെയായിരിക്കും ഉത്തരം. ഓക്കെ ആണല്ലോ. ഒരു നെഗറ്റീവ് സംഖ്യയുടെ ഈവൻ പവർ ആണ് വരുന്നതെങ്കിൽ ഉത്തരം പോസിറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് സംഖ്യയുടെ ഓഡ് പവർ, അതായത് 3, 5, 7 ഈ പവറുകളാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരവും നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരു നെഗറ്റീവ് നമ്പറിന്റെ ഈവൻ പവർ, അതായത് -a/2, -a/4, -a/6 അങ്ങനെയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഉത്തരം എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. -2 ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? -2 എന്ന് പറയുന്ന സംഖ്യയെ 3 തവണ ഗുണിക്കുക. -2 ഇൻറ്റു -2 ഇൻറ്റു -2 എന്താണ്? -2 ഇൻറ്റു -2 4 വരും. 4 ഇൻറ്റു -2 എത്ര വരും? -8 എന്ന് വരും. എന്നാൽ -2ന്റെ സ്ക്വയർ എടുത്താലോ? -2 ഇൻറ്റു -2 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് വരും. -2 ഇൻറ്റു -2 4 എന്ന് വരും. ഓക്കെ ആണല്ലോ. അതാണ് ആ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ദാ ഇവിടെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഈ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. -2/3 ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ -2 ഹോൾ ക്യൂബ് ബൈ 3ന്റെ ക്യൂബ് ഇൻറ്റു 3ന്റെ സ്ക്വയർ ബൈ 5ന്റെ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഇതെന്ത് ചെയ്യാൻ പറ്റും? ഇത് -8 എന്ന് വരും ബൈ 3ന്റെ ക്യൂബ് ഇൻറ്റു 3ന്റെ സ്ക്വയർ ബൈ 25. 5ന്റെ സ്ക്വയർ 25. നിങ്ങൾ എവിടെ നോക്കുമ്പോൾ ഞാൻ ആ 3ന്റെ സ്ക്വയറിനെയും 3ന്റെ ക്യൂബിനെയും ഒന്നും ചെയ്തില്ല. അതൊരു സംശയം തോന്നിയില്ലേ? അവിടെ നിങ്ങൾ ചെയ്യാൻ വരട്ടെ. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇവിടെ മുകളിലും താഴെയും ഒരേ സംഖ്യയുടെ പവറുകൾ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾ നോക്കുക, എവിടെയാണ് വലുത്, ഏതാണ് ചെറുത്? ഇത് 3 ആണ് വലുത്, 2 ആണ് ചെറുത്. എന്നിട്ട് ഈ വലുതിന്റെ അവിടെ ഈ വലിയ സംഖ്യയും ചെറിയ സംഖ്യ കുറച്ച് അവിടെ എഴുതുക. അതായത് -8/3 എത്ര വരും? 1. ആ വലിയ സംഖ്യ എവിടെയാണോ അവിടെ അത് തമ്മിൽ കുറച്ചിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ. അതായത് ഇത് വെട്ടിക്കളയുന്നതാണ് കേട്ടോ. വെട്ടിക്കളയും. ഇവിടെ നിന്നൊരു സ്ക്വയർ പോയി, ഇവിടെ നിന്നൊരു സ്ക്വയർ പോയാൽ പിന്നെ ഈ 3ൽ നിന്നൊരു സ്ക്വയർ കുറച്ച് കഴിയും. അതായത് ഇത് വെട്ടിക്കളയുമ്പോൾ ഈ 3ൽ നിന്നും 2 കുറച്ചിട്ട് പിന്നെ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ 3/1 ഇൻറ്റു 1/25 എന്ന് വരും. അതായത് -8 ഇത് തമ്മിൽ ഗുണിക്കാം. ഗുണനമായതുകൊണ്ട് ന്യൂമറേറ്റർ ഗുണിക്കുന്നു. -8 ഇൻറ്റു 1 -8. 3 ഇൻറ്റു 25 25ന്റെ 3 ഇരട്ടി 75. -8/75 എന്ന് വരും. ഓപ്ഷൻ സി എന്നതായിരിക്കും നമ്മുടെ ആൻസർ. ഞാൻ ഈ ചെയ്ത കാര്യം ഒരിക്കൽ കൂടി പറയുന്നു. ഞാൻ എന്താണ് ചെയ്തത്? 3/2/3/3 എന്ന് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ്? ഇതും വെട്ടിക്കളയാന്ന് പറയുമ്പോൾ 1/3 ഇതിൽ നിന്ന് എന്താ? ഈ 3ൽ നിന്ന് 2 കുറച്ച് എഴുതുക. കിട്ടുന്ന സാധനം അവിടെ എഴുതുക. എന്താണ്? 1/3 എന്ന് വരും. ഓക്കെ ആണല്ലോ. 3/2/3 ഈക്വൽ 1/3 എന്നാണ് വരുന്നത്. വെട്ടിക്കളയുന്നതാണ്. സംശയമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറഞ്ഞു തരാം. ദാ നോക്കുക. 2/4/2/5 എന്ന് പറഞ്ഞാൽ 1/, ഈ 5ൽ നിന്നും 4 കുറയ്ക്കണം. 2/1. 3/8/3 എത്ര? 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/3 ഈ 12ൽ നിന്ന് 8 കുറച്ചിട്ട് അവിടെ തന്നെ എഴുതുക. എത്ര വരും? 4 എന്ന് വരും. ഓക്കെ ആണല്ലോ. ചെയ്യേണ്ട ഐഡിയ പിടികിട്ടില്ലോ. ആ വെട്ടിക്കളഞ്ഞ് ചുരുക്കുമ്പോൾ പവറുകളാണെങ്കിൽ അത് എങ്ങനെയാണ് വരുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഉത്തരം ഓപ്ഷൻ സി എന്ന് വരും. -8/75. ഓക്കെ ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. 10x ഇൻറ്റു 4/5x സമം 2/8 ആയാൽ
എക്സിന്റെ വില എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഇവിടെ ഈക്വൽ ടു 2 8 എന്നല്ലേ? അപ്പൊ ഇവനെയും നമ്മൾ 2ന്റെ പവറാക്കി മാറ്റണം. കാരണം a⁻m ഈക്വൽ a⁻n എന്നാലേ m ഈക്വൽ n ആവുകയുള്ളൂ. അപ്പൊ ഈ 2ന്റെയും ആധാരം സെയിം ആക്കണം. ഓക്കെ ആണല്ലോ? നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. എടാ ഇത് 10⁻x × 4/5⁻x = 2�8 എന്നല്ലേ? ദാ ഈ ഒരേ പവറുകൾ ഉള്ളത് തമ്മിൽ നമുക്ക് എടുക്കാം. അതായത് a⁻m/b⁻m എന്നാൽ a/b⁻m അല്ലേടാ? അപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ 10/5⁻x × 4 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? ഇൻറ്റു ആയതുകൊണ്ട് ആ 4നെ അവിടെ ഗുണിച്ചാൽ മതി. ഈക്വൽ ടു 2�8 എന്ന് വരും. 10/5 എന്ന് പറയുന്നത് എത്രയാണ്? 2⁻x. ഇനി 4 എന്ന് പറയാൻ എത്രയാണ്? 2⁻2 സമം 2⁻8 എന്ന് വരും. a⁻m × a⁻n ഈക്വൽ a⁻m + n. 2⁻x + 2 സമം 2�8 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഇപ്പൊ എന്താണ്? ദാ നോക്കടാ, ബേസ് ആധാരം തുല്യമായി. അപ്പൊ പവറുകൾ ഇക്വേറ്റ് ചെയ്യാം. x + 2 = 8. ഏത് സംഖ്യയുടെ കൂടെ 2 കൂട്ടിയാലാണ് 8 കിട്ടുന്നത്? 6. അപ്പൊ ഇവിടെ ഇങ്ങനെ എഴുതാം, 8 - 2 6 എന്ന് എഴുതാം. ആരുടെ കൂടെ 2 കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത് നോക്കുക? 6. ഓപ്ഷൻ ഡി 6 എന്നതായിരിക്കും നമ്മുടെ ഉത്തരം. സിവിൽ എക്സൈസ് ഓഫീസറിന് 2025 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ കൃത്യംഗത്തിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സെറ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റും. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു? ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ. a/c/b എന്ന് പറയാൻ എനിക്കതിന് ഇങ്ങനെയും എഴുതാം, a/b × c. അതുകൊണ്ടാണ് ഇവിടെ ഞാൻ ഈ ഒരു ആശയം വെച്ചിട്ടാണ് ഇതിന് ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഓക്കെ ആണല്ലോ? ഇവരെ തമ്മിൽ പെയർ ചെയ്ത് ഇൻറ്റു ആയതുകൊണ്ട് മാത്രം. പ്ലസ് ആയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല, മൈനസ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ഇപ്പം ഇത് 10 - 4 10⁻x - 4/5x എന്ന് വന്നാൽ എനിക്ക് ഇതിനെ തമ്മിൽ ചേർത്തിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റൂല, 2⁻x - 4 എന്ന് എഴുതാനായിട്ട് പറ്റൂല. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയും ഇല്ല. ഓക്കെ ആണല്ലോ? ഇങ്ങനെ വന്നാൽ അത് ഇങ്ങനെ എഴുതാൻ പാകത്തിനേ ചോദിക്കുകയുള്ളൂ. കാരണം അങ്ങനെ ഒരു ചോദ്യം നിലനിൽക്കുന്നില്ല. അപ്പൊ ആ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ആ സംസാരിച്ച ചോദ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. കാരണം നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് വേണം സെക്കൻഡ് പാർട്ട് എടുക്കാൻ. ഓക്കെ ആണല്ലോ? ലാസ്റ്റത്തെ ചോദ്യം 10th പ്രിലിംസിന് വേണ്ടി ചോദിച്ച അവസാന ചോദ്യം 36 ഹോൾ സ്ക്വയർ ബൈ r-ന്റെ സ്ക്വയർ. അറിയാം, നമുക്കറിയാം a⁻m/b⁻m ഈക്വൽ a/b ഹോൾ പവർ m അല്ലേ? അതായത് പവറുകൾ തുല്യമാണെങ്കിൽ ബേസുകളെ തമ്മിൽ ഹരിക്കുക. 36/6 ഹോൾ റേസ് ടു 2. 36/6 എത്രയാണടാ? 6 ആണ് അല്ലേ? 6ന്റെ സ്ക്വയർ എത്ര വരുന്നടാ? 36 എന്ന് വരും. 1 എന്നൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകും? ത്വരയുണ്ടാകും. 36ന്റെ സ്ക്വയർ ബൈ 6ന്റെ സ്ക്വയർ ആണ്. അപ്പൊ 36/6 ഹോൾ സ്ക്വയർ. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ എന്നതായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്നു പറഞ്ഞ കാര്യങ്ങൾ, ഇന്നു പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാ നന്നായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കണം. അത് സാധിക്കും. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യം, ഇന്ന് നമ്മൾ പഠിച്ച ഈ പ്രഭാതത്തിൽ നമ്മൾ മനോഹരമായി ഇന്ന് പഠിച്ച ഈ ടോപ്പിക്കിന്റെ നോട്ട്സ് ഇതിനോടകം തന്നെ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനലിലുണ്ട്. ചാനലിലെ ലിങ്ക് തപ്പി കഷ്ടപ്പെടേണ്ട. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സൂപ്പർ നോട്ട്സിന്റെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്, അല്ലെങ്കിൽ കമന്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം. അവിടെ പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ 5 AM ക്ലബിന്റെ നോട്ട് അതിൻ്റെ അകത്തുണ്ടാവും. അത് മാത്രമല്ല, സുപ്രഭാതത്തിൽ ഈ ഒരു രാവിലെ നിങ്ങൾ ഈ പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ എന്ന് എന്ത് ചെയ്യണം? എനിക്ക് അളക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പഠിച്ച ആ ടോപ്പിക്കിനെ, ആ ചോദ്യങ്ങളെ ആസ്പദമാക്കി, ആ ആശയങ്ങളെ ആസ്പദമാക്കി ഒരു 10 ചോദ്യങ്ങൾ ടെലിഗ്രാം ചാനലിലേക്ക് തന്നിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൽ പോളായിട്ട് ഇതിനോടകം വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ആ 10 ചോദ്യങ്ങളും വർക്കൗട്ട് ചെയ്യുക. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക. ഇങ്ങനെയായിരിക്കും നമ്മളുടെ 5 AM ക്ലബ്ബ് പഠന രീതി. നാളിതുവരെ ഒരു പ്രസ്ഥാനം പോലും ട്രൈ ചെയ്തിട്ടില്ലാത്ത, എവിടെയും നിങ്ങൾക്ക് ലഭിക്കാത്ത ഒരു പഠന രീതി. രാവിലെ പഠിക്കുന്നു, അതിന്റെ നോട്ട് ലഭിക്കുന്നു, വൈകുന്നേരത്തിനുള്ളിൽ അതിന്റെ മോക്ക് ചോദ്യങ്ങൾ നിങ്ങൾ എഴുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ പഠിച്ചു
പഠിച്ച് ആ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കും. അതിനു വേണ്ടിയാണ് നമ്മൾ നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് അടുത്ത ക്ലാസ്സിൽ വേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ്സിന്റെ അഭിപ്രായം കമന്റ് ചെയ്യണം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് വരുന്നത്. നിങ്ങൾ പറയുന്നതനുസരിച്ച് ക്ലാസ്സിലെ അഡീഷൻ ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ എന്തിനും ഞാൻ റെഡിയാണ്. അടിപൊളി ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഏറ്റവും അടിപൊളിയായിട്ടാണ് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. വീണ്ടും അടുത്ത ക്ലാസ് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. കാണും വരേക്കും ടേക്ക് കെയർ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സെഷനുകളും ഇൻഫോർമേറ്റീവ് വീഡിയോകളും നിങ്ങൾക്ക് ആദ്യമായിട്ട് ഈ ചാനലിൽ ലഭിക്കും. വീണ്ടും കാണും വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.